അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു തെർമൽ പ്രിൻ്ററാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇങ്ങനെയുള്ള തെർമൽ പ്രിൻ്ററുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കറണ്ട് ബില്ലും ബസ്സിലെ ടിക്കറ്റും ഒക്കെ ഇപ്പോൾ പ്രിൻ്റ് ആകുന്ന ഇതുപോലത്തെ ചെറിയ തെർമൽ പ്രിൻ്ററുകൾ ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ ഓരോ ടൈപ്പ് തെർമൽ പ്രിൻ്ററുകളാണ്. അതൊരു ലേബൽ പ്രിൻ്ററാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ പ്രിൻ്റ് ഹെഡ്. ഈ പ്രിൻ്റ് ഹെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ പേപ്പറിലേക്ക് പ്രിൻ്റ് ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെയുള്ള ഒരു തെർമൽ പ്രിൻ്ററാണ്. തെർമൽ പ്രിൻ്റർ തന്നെ രണ്ട് തരമുണ്ട്. ഡയറക്റ്റ് തെർമലും ഉണ്ട്, തെർമൽ ട്രാൻസ്ഫറും ഉണ്ട്. ഡയറക്റ്റ് തെർമലാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിൻ്ററൊക്കെ ഡയറക്റ്റ് തെർമലാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതൊക്കെ ഡയറക്റ്റ് തെർമലാണ്. ഇതിനകത്ത് ഒരു പ്രധാന ഒരു താരം എന്ന് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഈ സൈസ് പേപ്പറാണ്. ഈ പേപ്പർ ഡയറക്റ്റ് തെർമൽ പ്രിൻ്ററിനകത്ത് ഈ പേപ്പറാണ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് കളർ ഉണ്ടാകുന്നത്. ഇതുപോലെ ഹീറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ കോട്ട് ചെയ്തേക്കുന്ന ഒരു പൗഡർ ഉണ്ട്. ആ പൗഡർ ഒരു കറുത്ത കളറിലേക്ക് ചേഞ്ച് ആവും. ശരിക്കും ഇതിനകത്ത് മറ്റ് ഇങ്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിലുള്ള പ്രിൻ്റുകൾ മാഞ്ഞു പോകുന്നത്. ഈ പൗഡർ പോയി കഴിയുമ്പോഴത്തേക്ക് ഇതിലെ പ്രിൻ്റുകൾ മാഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇച്ചിരി കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പേപ്പറുകൾ ഇതിന് അവൈലബിൾ ആണ്. കുറച്ചുകൂടെ ഡ്യൂറബിൾ ആയിട്ടുള്ള പേപ്പറുകളൊക്കെ ഉണ്ട്.